ഹലോ. അതെ, ഇനി കഴിഞ്ഞ പ്രാവശ്യം പോലത്തെ ക്വസ്റ്റ്യൻ ആൻസർ പരിപാടിയാണെങ്കിൽ ഇവിടെ നടക്കൂല. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇത് ആൻസറും ക്വസ്റ്റ്യൻ ഒന്നുമല്ല. നീ ശ്രദ്ധിച്ചാൽ നിനക്ക് കൊള്ളാം. അതെ, നീ ഫ്ലിപ്കാർട്ടിനെ ശ്രദ്ധിച്ചായിരുന്ന? 2 ദിവസമായിട്ടെ അവന്റെ വയറ്റിന് താഴെ ഒരു റെഡ് കളർ ഹാർട്ടൊക്കെ പറക്കുന്നുണ്ട്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക് കേട്ടാ. അവൻ എന്തോ അസുഖമുണ്ട്. പിന്നെ ഗൂഗിൾ പേ അവളെയും കൂടെ ഒന്ന് ശ്രദ്ധിച്ചു. വാലന്റൈൻസ് ഡേ അല്ലേ വരുന്നത്. നിനക്കേ പെണ്ണില്ല, അവനെങ്കിലും സെറ്റ് ആവട്ടെ. അപ്പൊ ശരി, ഓക്കെ. അത് പിന്നെ പോയി. നിനക്ക് അറിഞ്ഞു, എന്റെ പ്രണയം കാണിക്കാൻ വേണ്ടിയാണ് എന്റെ ലോകം വരെ ഞാൻ ഹാർട്ടാക്കിയത്. എന്റെ മുതലാളി അറുവീശിക്കൻ ഒരു സാധനം പോലും എന്നിൽ നിന്ന് നിന്നോട്ട് പൈസ മുടക്കാൻ വാങ്ങത്തില്ല. ഇനിയെങ്കിലും പറ, നിന്റെ UPI എനിക്ക് തന്നൂടെ മുതലാളി? പൊന്നുപോലത്തെ മുതലാളി, അത് പറയാൻ വരെയായിരുന്നു. നമ്മളെ ചുമ്മാ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു അല്ലേ? എന്താ നിന്റെ വയറ്റിന് കീഴേ എന്താ ഒരു ചുവന്ന കളറില് ഒരു ഹാർട്ടൊക്കെ, എന്റെ ഹാർട്ട് ഇളകി താഴെ വന്നിരുന്ന? അതെ, ഇത് നീ ഒരു ഷർട്ട് ഓർഡർ ചെയ്തില്ലായിരുന്നോ? ചോപ്പ്. അത് കാണിക്കാൻ വേണ്ടിട്ടായിരുന്നു, നോട്ടിഫിക്കേഷൻ ആയിരുന്നു. അപ്പൊ എന്നെ ആരോ വിളിക്കുന്നുണ്ട്. പോട്ടെ. എന്നിട്ട് നിനക്കെന്താണ് ഇവിടെ പൊടി? ഷൂവിനൊരു ഓഫർ ഉണ്ട്, വേണോ? അവന് വേണമെന്ന് തോന്നുന്നു. ഞാൻ പോട്ടെ. പോടാ. ഇവിടെ മനുഷ്യൻ പെണ്ണില്ലാതിരിക്കുമ്പോഴാണ്. മക്കളെ, ഫെബ്രുവരി 14 തൊട്ട് മക്കൾ പെണ്ണില്ലാന്ന് പറഞ്ഞ് ശ്രദ്ധിക്കേ വേണ്ട. അപ്പൊ നല്ലൊരു ആലോചന കൊണ്ടാവത്തേക്കില്ല. സുമതി ഒരു 300 മീറ്റർ വളവിനുള്ളിൽ നല്ല കൊച്ച. സജഷൻ വിട്ടിട്ടുണ്ട്. അപ്പൊ ഇത് സജഷൻ വിട്ടിട്ടുണ്ട് മക്കൾക്ക്. പിന്നെ രോഹിണി നല്ല കൊച്ച. മക്കൾക്ക് ചേരും. ഒരു 27 വയസ്സായതേ ഉള്ളൂ. നല്ല കൊച്ച. പിന്നെ 32 വയസ്സിലൊരു കൊച്ചുണ്ട്. എന്തായാലും മക്കൾക്ക് ഇതൊക്കെ കിട്ടുള്ളൂ. അപ്പൊ ഏതാ എടുക്കണ്ടേ? സജഷനിൽ ഏതാ എടുക്കണ്ടേ മക്കൾക്ക്? ഏതാ എടുക്കണ്ടേ? ഹാപ്പി വാലന്റൈൻസ് ഡേ.